Assalamualaikum. Welcome back to my channel Lubna's Craft. It's me Lubna. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് ടൈപ്പ് ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് ചെയ്തെടുക്കുന്നത്. വാൾ ഹാങ്ങിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് വേസ്റ്റ് കാർഡ്ബോർഡ് ഐറ്റംസും അതുപോലെ ഇതുപോലുള്ള ഓൾഡ് ക്യാൻവാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് പഴകിയ ഇതുപോലെ ക്യാൻവാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ ഒരു പഴയ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിലിതാ ഇതുപോലെ ഉള്ള ഒരു ജൂട്ട് കൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ഡിസൈനിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഒരു ഡിസൈനിൽ അങ്ങോട്ട് ചെയ്യാണ്ട് നമുക്ക് അപ്പം തോന്നുന്ന ഒരു രീതിയിൽ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്യല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് കുറച്ച് കട്ടിയുള്ള ജൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഒരേ സൈസിലുള്ള 3 ക്യാൻവാസ് ബോർഡ് പഴയൊരു ക്യാൻവാസ് ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മൂന്നും കൂടെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ വേറൊരു രീതിയിലാണ് നമ്മൾ സെയിം ഇത് തന്നെ പക്ഷേ ഒരേ എന്താ പറയുക സിമിലർ ആയിട്ടല്ല ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മൂന്നും ഞാൻ ഇതുപോലെ ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഫുള്ള് ഇങ്ങനെ നൂല് പോലെ വരികയല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഫുള്ളൊന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത് സ്പ്രേ പെയിൻറ്റ് ഒക്കെ ആണെങ്കിലും നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് അക്രിലിക് പെയിൻ്റാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കുറച്ച് കൂടുതൽ യെല്ലോ അക്രിലിക് കളറും കുറച്ച് ബ്ലാക്ക് അക്രിലിക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഇപ്പം ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. ആ രണ്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് നമുക്ക് കിട്ടുക. നല്ലൊരു നമുക്ക് വാളിലൊക്കെ വെക്കാൻ പറ്റിയിട്ട് നല്ലൊരു കളറാണ്. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഇതാ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേത് പിന്നെ ഒന്നാമത് ഇത് ജൂട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബ്രഷ് എടുത്താൽ നമുക്ക് വേഗം പണി കഴിയും. പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഫുള്ള് നമ്മൾ ഇതിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3 കോട്ടൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷമാണ് നമ്മളിത് ഹാങ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പം അക്രിലിക് പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പം തന്നെ ഡ്രൈ ആയി കിട്ടും. പിന്നെ ഡ്രൈ ആവാൻ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മളിതാ ഫുള്ളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ വാളിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ഐഡിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് പഴയതായി കിടക്കുന്ന ഇതുപോലെ ക്യാൻവാസ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഐഡിയ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് വണ്ണിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു റൗണ്ടിലുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഐക്കിയെന്ന് നമുക്ക് ഒരുപാട് ഇതുപോലെ പല നല്ല കളേഴ്സുള്ള ടിഷ്യൂ പേപ്പർ കിട്ടും. അപ്പം ഈ ടിഷ്യൂ ഇത് കുറച്ച് വലിയ ടിഷ്യൂ ആണ്. അപ്പം ഇത്ര വലുത് ആവശ്യമല്ല, നിങ്ങളടുത്തുള്ളത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഈ ഒരു രീതിയിൽ മടക്കിയെടുത്ത ശേഷം നമുക്ക് ഫുള്ളൊന്ന് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഗ്ലൂ മതി, അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ആയിക്കോളും. പിന്നെ ഒരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അങ്ങനെ ഫുള്ള് നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട്.
സെയിം ഇതുപോലെ തന്നെ ഒരു റൗണ്ടും കൂടി ഇതുപോലെ തന്നെ സെയിം ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാനിപ്പോൾ ഇവിടെ ചൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ജൂട്ടും എടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതുപോലെ റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് നേരല്ല തോന്നുന്നെങ്കിൽ. ഇനി ഞാനിതാ ഇതുപോലെ ഒരു വുഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഫുള്ളൊന്ന് ഗ്ലൂ ഗണ്ണ് തന്നെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ റെഡ് ഡബിൾ സൈഡ് ടാപ്പ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാത്ത നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഡബിൾ സൈഡ് ടാപ്പിന് എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് വീണ് പോകുന്നുണ്ട്. അപ്പം ഈ റെഡ് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വോളിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിടിലനായിട്ടുള്ളൊരു ഐഡിയ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത പിക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തേർഡ് വണ്ണ് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ വലിയ കാർഡ്ബോർഡ് 6 ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, റൗണ്ട് കട്ട് ചെയ്തെടുത്തതാണ് വേസ്റ്റ് കാർഡ്ബോർഡിൽ നിന്ന്. പിന്നെ അതുപോലെ 4 സെൻറ്റിമീറ്ററാണ് ബാക്കിയുള്ള ചെറിയ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ ഇതിൽ ഇതുപോലുള്ള വുഡൻ സ്റ്റിക്ക് അല്ല ബാംബൂ സ്റ്റിക്ക് അല്ലെങ്കിൽ കബാബ് സ്റ്റിക്ക് എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെയുള്ളത് നമുക്ക് ഓൺലൈനിൽ കിട്ടും, പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പെന്നോട് മാർക്ക് ചെയ്തിട്ട് റൗണ്ടിൽ ഫുള്ളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാംബൂ സ്റ്റിക്ക് 12 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ചെറിയ റൗണ്ട് 24 എണ്ണം ആയിട്ട് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് നമ്മളിതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ച് അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതാ സെയിം ഇതുപോലെ തന്നെ റൗണ്ട് കാർഡ്ബോർഡ് 6 ഇഞ്ച് ഒന്നും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ ഗണ്ണ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചെറിയ റൗണ്ട് കാർഡ്ബോർഡും കൂടെ ഫുള്ളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഈ ഒരു സെൻറ്ററിലുള്ള കാർഡ്ബോർഡിൽ ഫുള്ള് ഒരു ഡിസൈന് ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. നാളെ സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതിൽ വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഞാനിതാ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു അടിപൊളി വാൾഡൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാലും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.